ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഇ ശ്രീധരനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കി. കേന്ദ്രം സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ ഇ ശ്രീധരന്റെ പേരില്ല. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. സൗമ്യ, കൊച്ചി മെട്രോയുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച മെട്രോമാൻ ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ വെട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ അന്തിമ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വേദിയിൽ ഇരിക്കുന്ന 4 പേര് മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭ്യമായ വിവരം. അതിൽ പ്രധാനപ്പെട്ട ഈ 4 പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ ഗവർണർ പി സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു, ഈ 4 പേർ മാത്രമേ വേദിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നത് 9 പേരുടെ പട്ടികയായിരുന്നു. ഇതിൽ മെട്രോമാൻ ഇ ശ്രീധരൻ, KMRL MD ഇലിയസ് ജോർജ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേരളം ഇത് സംബന്ധിച്ചുള്ള പട്ടിക കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇതെല്ലാം വെട്ടിമാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ 4 പേരിലേക്ക് ചുരുക്കിയിരിക്കുന്നത്. ഈ 4 പേർ മാത്രമേ വേദിയിൽ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ മറ്റുള്ള എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. എന്നാൽ വ്യക്തമായിട്ട് ഏത് വിധത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഇവർ പങ്കെടുക്കുന്നത് കൊണ്ട് എന്നുള്ള കാര്യമോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥലം എം എൽ എമാർ പങ്കെടുക്കുക എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ, ആ സംഭവവും ഇതിൽ പാലിക്കപ്പെട്ടിട്ടില്ല. മറ്റു പ്രധാനപ്പെട്ട കാര്യം, സ്ഥലം MP യെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാരണങ്ങൾ, വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്ന വേളയിൽ പ്രമുഖരെ എല്ലാവരും തന്നെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടിലേക്ക് ആണ് ഇപ്പോൾ BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഈ 4 വർഷമായി നിർമ്മാണം നടക്കുകയും ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം 17-ാം തീയതി നടക്കാനിരിക്കുന്ന ഈ വേളയിൽ അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഈ പട്ടിക അനുസരിച്ചുള്ള ഈ നടപടികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സമീർ, ഇവിടെ കാരണം പറയുന്നത് സുരക്ഷാ സംബന്ധമാണ് എങ്കിലും ആ വിധത്തിൽ കരുതാനാകുമോ? പ്രത്യേകിച്ച് ഇ ശ്രീധരനെ പോലെയുള്ള ഒരാളാണ് മാറ്റി നിർത്തപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സ്വാഭാവികമായും ഇത്തരം സന്ദർഭങ്ങളിൽ സംസ്ഥാനം ഒരു പട്ടിക നൽകുന്നതാണ്. പക്ഷെ ആ പട്ടികയിൽ നിന്നിപ്പോൾ മുഖ്യമന്ത്രിയെ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അങ്ങനെ സ്വാഭാവികമായും ഈ ഒരു സുരക്ഷാ കാരണങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൂടി ഈ വിഷയം നിരീക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും ഇതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുള്ളോ എന്നുള്ള ഒരു സംശയം ധ്വനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളം കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ ആരൊക്കെ പങ്കെടുക്കണം എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ പട്ടിക തയ്യാറാക്കി കൊടുത്തിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ അവരെല്ലാം തന്നെ വെട്ടിമാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഇ ശ്രീധരൻ രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള എല്ലാ മെട്രോകളുടെയും നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുന്നതിന് ഏറെ പണിപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയെ കൂടി വെട്ടിമാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥലം MLA, അതുപോലെ തന്നെ MP തുടങ്ങിയിട്ടുള്ളവരെയും വെട്ടിമാറ്റുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KMRL MDക്ക് പോലും ഇതിനകത്ത് സ്ഥാനമില്ല എന്നുള്ള വിധത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പട്ടിക പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ആകെ 4 പേർ മാത്രമേ വേദിയിൽ ഉണ്ടാകാവൂ എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. സുരക്ഷാ കാരണം മാത്രമേ പറയുന്നുള്ളൂവെങ്കിൽ കൂടി ഇതിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ധ്വനിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം നൽകിയിരുന്ന പട്ടികയിൽ മുൻ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവർക്കൊന്നും തന്നെ ഈ ഉദ്ഘാടന വേദിയിൽ എത്തിയിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഇത് ആണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെ നിരവധി സംശയങ്ങൾക്കും ഇടയാക്കുന്നത്. ഇവിടെ മെട്രോ മാൻ എന്ന് തന്നെ അറിയപ്പെടുന്ന ശ്രീധരൻ, ഇവിടെ അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്നത് എത്രത്തോളം, ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഇതിൽ തനിക്ക് പരാതിയില്ല എന്നാണ്. സ്വാഭാവികമായും മുൻപും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും അദ്ദേഹം ആ വിധത്തിൽ ഒരു വിവാദപരമായ പരാമർശങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷെ ഇത്തരത്തിൽ വളരെ നേരിട്ടുള്ള ഒരു അവഹേളന എന്നുള്ള രീതിയിലൊക്കെ തന്നെ വേണ്ടേ ഇതിനെ കാണാൻ? തീർച്ചയായും രാജ്യത്തെ മെട്രോകളുടെ നിർമ്മാണങ്ങളിൽ ഏറ്റവും അഗ്രഗണ്യനാണ്. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുന്നതിന് ഏറെ ഇതിന്റെ തുടക്കം മുതൽ തന്നെ 4 വർഷമായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെയായിരുന്നു
ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന വേദിയിൽ നിന്ന് അദ്ദേഹത്തെ തരം താഴ്ത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സുരക്ഷയുടെ കൂടി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രതികരണം പെട്ടെന്ന് ഉണ്ടാവുകയില്ല. അദ്ദേഹം അത്തരത്തിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ തനിക്ക് നിരാശയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഇത് ഔദ്യോഗികമായി സംസാരിക്കാനൊന്നും ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരെ വെട്ടിമാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. 4 പേർ മാത്രമേ വേദിയിൽ ഉദ്ഘാടന സമയത്ത് ഉണ്ടാവാനേ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്ന കാര്യം. നേരത്തെ 9 പേരുടെ പട്ടികയാണ് സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി, മെട്രോമാനായിട്ടുള്ള ഇ ശ്രീധരൻ, ഒപ്പം KMR MD തുടങ്ങിയവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കൊന്നും തന്നെ വേദിയിൽ ഇരിപ്പിടം ഉണ്ടാവില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഈ 9 നിന്നും 4 വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഉള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇടയാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സമീർ, നമുക്കറിയാം പ്രധാനമന്ത്രി ഇവിടെ വരുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഒരു പലതരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയും അല്ലെങ്കിൽ ആ വിധത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ പലതരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇവിടെ നിന്ന് സംസ്ഥാനം നൽകിയ ലെറ്ററിനോട് പ്രതികരിക്കാതെ നിന്നത് അടക്കമുള്ള വിഷയങ്ങൾ പിന്നീട് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നിന്നുകൂടി വേണ്ടേ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു നിലപാടിനെ, കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഓഫീസിന്റെ നിലപാടിനെ കൂടി പരിശോധിക്കാൻ? നമുക്കറിയാം, നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ വിവിധ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഉദ്ഘാടന ദിവസം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കം അത്തരത്തിലുള്ള ഒരു ഭിന്നാഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ 17-ാം തീയതി ഉദ്ഘാടനം വെക്കാമെന്നും പ്രധാനമന്ത്രിക്ക് അതിന് എത്താൻ കഴിയുമെന്നുള്ളത് കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുകയും തുടർന്നാണ് ഉദ്ഘാടനം 11 മണിക്ക് 17-ാം തീയതി 11 മണിയോടുകൂടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടതിൽ പങ്കെടുക്കേണ്ട പ്രമുഖരുടെ പട്ടിക കേരളം സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇതിൽ നിന്നാണ് ഇപ്പോൾ ഈ 4 പേർ മാത്രമേ വേദിയിൽ ഉണ്ടാകൂ എന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട്, സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പേരെല്ലാം തന്നെ വെട്ടിക്കൊണ്ടുള്ള ഒരു പുതിയ പട്ടികയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് സൗമ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മുൻ മുഖ്യമന്ത്രിയുടെ പേര്, പ്രതിപക്ഷ നേതാവിന്റെ പേരെല്ലാം തന്നെ വെട്ടിമാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മെട്രോ യാഥാർത്ഥ്യമാകാൻ അതിന് തുടക്കം മുതൽ കഠിനാധ്വാനം ശ്രമിച്ച കഠിന പരിശ്രമം നടത്തിയിട്ടുള്ള ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് വെട്ടിമാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്നുണ്ട്. സ്ഥലം MLA, അതോടൊപ്പം തന്നെ സ്ഥലത്തെ MP തുടങ്ങിയവർക്കൊന്നും തന്നെ ഈ വേദിയിലൊന്നും ഇടമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായി മാറുന്നുണ്ട്. അതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം വലിയ രീതിയിൽ ജനിപ്പിക്കുന്നുണ്ട്. അതിൽ ഇ ശ്രീധരൻ ഇപ്പോൾ അതിൽ അദ്ദേഹത്തിന് നിരാശയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി കടുത്ത വിമർശനങ്ങളുമായിട്ട് തന്നെയാണ് MP-യും അതോടൊപ്പം തന്നെ MLA-യും ഒക്കെ എത്തിയിട്ടുള്ളത്. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. ഇ ശ്രീധരനെ മാത്രമല്ല, സ്ഥലം MP, MLA, അതായത് കേരളം നൽകിയ 9 പേരുടെ ലിസ്റ്റിൽ പൂർണ്ണമായും വെട്ടിത്തിരുത്തലുകൾ വരുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, വെങ്കയ്യ നായിഡു, ഗവർണർ എന്നിവർ മാത്രമായിരിക്കും ആ വേദിയിൽ ഉണ്ടാവുക. എന്നാലും ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇ ശ്രീധരൻ മാറ്റി നിർത്തപ്പെടുന്നു എന്നത് തന്നെയാണ് ഗൗരവതരമായ വിഷയം. രാജേന്ദ്രൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാജേന്ദ്രൻ, DMRCയുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ, അതിനുമപ്പുറം ഈ ദില്ലി മെട്രോ ആയാലും ഒപ്പം തന്നെ കൊച്ചി മെട്രോയുടെ ആയാലും ഒക്കെ സാങ്കേതികമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിലെല്ലാം ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് ഇ ശ്രീധരൻ. അദ്ദേഹം എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ എത്രത്തോളം പ്രാധാന്യമുള്ള വ്യക്തിയാണുള്ളത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇ ശ്രീധരൻ മാറ്റി നിർത്തപ്പെടുന്നു? ഇത് ബോധപൂർവം ചെയ്തതാണ്. കാരണം അതിന് കൃത്യമായ കാരണങ്ങൾ തന്നെയുണ്ട്. ഇപ്പോൾ ഈ ശ്രീധരൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവീണ്യം പരിശോധിക്കുകയാണെങ്കിൽ കൊങ്കൺ റെയിൽവേ വളരെ വേഗത്തിൽ വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കിയതോടുകൂടിയാണ് ഈ ശ്രീധരൻ എന്ന എഞ്ചിനീയർ അദ്ദേഹം രാജ്യത്തിലൊട്ടാകെ പ്രശസ്തനാവുന്നത്. അതേസമയം ഈ ശ്രീധരനെ ഒരു ആഗോളതലത്തിൽ ഒരു പ്രശസ്തി നേടിക്കൊടുത്തത് ദില്ലി മെട്രോ വളരെ അത്ഭുതകരമായ രീതിയിൽ വളരെ പെട്ടെന്ന്
വളരെ കാര്യക്ഷമമായി നല്ല രീതിയിൽ നടപ്പിലാക്കി എന്നതോടുകൂടിയായിരുന്നു. ഇതിൻ്റെ ഒരു നമ്മൾ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ നമ്മൾ ചരിത്രവുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 6-7 വർഷം മുമ്പാണ് ദില്ലി മെട്രോയുടെ ഉദ്ഘാടനം നടന്നത്. ഈ ദില്ലി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാനായി അവിടെ ആ വേദിയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും, ദില്ലി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി, അന്ന് വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി, അതുപോലെ അന്ന് ഷീലാ ദീക്ഷിത് ആയിരുന്നു ദില്ലി മുഖ്യമന്ത്രി, ഇവരെല്ലാം ഉൾപ്പെടെ ഏതാണ്ട് 10ഓളം പേർ അന്ന് വേദിയിലുണ്ടായിരുന്നു. അന്ന് ഈ ദില്ലി മെട്രോയുടെ അതിൻ്റെ നായകസ്ഥാനത്തുണ്ടായിരുന്ന ശ്രീധരൻ അവിടെ ഇരിപ്പിടമുണ്ടായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. ആ രീതിയിൽ ശ്രീധരനെ ദില്ലി മെട്രോ എന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോയുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ വലിയ ഒരു മെട്രോ സംവിധാനമാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലുതും കാര്യക്ഷമവുമായി പ്രവർത്തിക്കുന്ന ഒരു മെട്രോ സംവിധാനമാണ് ദില്ലി മെട്രോ. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ശ്രീധരനെ ക്ഷണിക്കാമെങ്കിൽ എന്തുകൊണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിന് ശ്രീധരനെ ക്ഷണിക്കുന്നില്ല? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ദില്ലി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി, അതുപോലെ അന്നത്തെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി, അന്നത്തെ ദില്ലി മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത്, അന്ന് നഗരവികസന വകുപ്പ് മന്ത്രിയായിരുന്ന മദൻലാൽ ഖുറാന എന്നു തുടങ്ങിയവരെല്ലാം തന്നെ പങ്കെടുത്തപ്പോഴും അന്നത്തെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എല്ലാവരും തന്നെ അവിടെ അന്ന് തടിച്ചുകൂടിയിരുന്ന ആയിരങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കിയിരുന്നത് ശ്രീധരനെയായിരുന്നു. ശ്രീധരൻ്റെ പ്രസംഗിക്കാൻ എണീറ്റപ്പോൾ അദ്ദേഹം സമീപ പ്രദേശത്ത് കൂടി അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലൂടെ അദ്ദേഹം നടന്നപ്പോൾ പോലും ജനങ്ങൾ കൂട്ടത്തോടു കൂടി കൈയടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അന്നത്തെ അതിൻ്റെ മൊത്തം ശ്രദ്ധാകേന്ദ്രം, അന്നത്തെ പ്രധാനപ്പെട്ട ആകർഷണം, അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശ്രീധരനായിരുന്നു. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നന്നാക്കാനായി പ്രവർത്തിക്കുന്ന PR ഏജൻസികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകരെല്ലാം തന്നെ നൽകിയ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ശ്രീധരനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആയിരിക്കില്ല, മറിച്ച് ശ്രീധരനായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണവും ചർച്ചാ വിഷയവും അതുപോലെ അവിടുത്തെ നായകത്വവും. സ്വാഭാവികമായും ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കും. അതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയ രീതിയിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഓരോ വേദികളിലും, അത് ഒരു പ്രസംഗിക്കുന്ന സ്ഥലമായാലും പൊതുസമ്മേളനമായാലും അതുപോലെ ഒരു ചർച്ചയായാലും എന്തായാലും ശരി, അദ്ദേഹത്തിന് പൂർണ്ണമായും നിയന്ത്രണമുള്ള, പൂർണ്ണമായും ആധിപത്യമുള്ള പരിപാടികൾ മാത്രമേ സംഘടിപ്പിക്കുള്ളൂ. ഇവിടെ അദ്ദേഹം വായിക്കുന്നു അതാണ്. ശ്രീധരൻ അവിടെ പ്രധാനപ്പെട്ട ഒരു കസേര കിട്ടിക്കഴിഞ്ഞാൽ ശ്രീധരനായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അദ്ദേഹമായിരിക്കും ജനങ്ങളെ മൊത്തം ഇളക്കി മറിക്കുന്നത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനായി പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉപദേശകർ, അതുപോലെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന, അദ്ദേഹത്തിന് ഇമേജ് വർദ്ധിപ്പിക്കാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന PR ഏജൻസികൾ, അവരുടെ എല്ലാം ഉപദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനവും കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇവിടെ ഏതായാലും സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിമർശനം വരുമ്പോൾ, ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്ന ന്യായീകരണങ്ങൾ കൂടി പരിശോധിക്കാം. അതായത് സുരക്ഷാ പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ സാധാരണ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് വേദി ഒരുക്കാറുള്ളത്? ഈ പറഞ്ഞതുപോലെ തന്നെ എണ്ണം ചുരുക്കി പ്രധാനപ്പെട്ട വ്യക്തികളെ പലരെയും മാറ്റി നിർത്താറുണ്ടോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സെൻസിറ്റീവായുള്ള ഏരിയ ആണോ ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ നൽകിയത് ഈ പട്ടികയല്ല. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയ്ക്കകത്ത് ശ്രീധരൻ ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്തായിരുന്നു, അതുപോലെ അവിടുത്തെ സ്ഥലം MLA, പ്രോട്ടോകോൾ എല്ലാം അനുസരിച്ചുള്ള പട്ടികയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. പിന്നെ അവിടെ സുരക്ഷാ പ്രശ്നങ്ങളില്ല. കാരണം കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രധാനമന്ത്രി നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഇന്ത്യൻ നഗരങ്ങളെ എല്ലാം അപേക്ഷിച്ച് ഏറ്റവും സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ സുരക്ഷിതമായ പ്രദേശമാണ്. പിന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ, പ്രത്യേകിച്ച് അദ്ദേഹം പങ്കെടുക്കുന്ന രാഷ്ട്രീയ പൊതുയോഗങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ 20-25 പേരെല്ലാമാണ് ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ന്യായീകരണമേ അല്ല. ഇത് വളരെ ബോധപൂർവം ഈ ഒരു പരിപാടി പ്രധാനമന്ത്രിയുടെ പരിപാടിയാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഒഴിവാക്കാൻ സാധിക്കില്ല, മുഖ്യമന്ത്രിയെയോ ഗവർണറെയോ ഒന്നും തന്നെ ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒഴിവാക്കാവുന്ന മറ്റുള്ളവർ എന്ന് പറയുന്നത് ഒന്ന് ശ്രീധരനാണ്, അതുപോലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒഴിവാക്കിയെന്നാണ് നമുക്ക് ഇതുവരെ കിട്ടിയ വിവരം. പിന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ്, സ്ഥലത്തെ MLA പോലും ഒഴിവാക്കിയിരിക്കുന്നു.
അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീധരൻ അവിടെ ഒരു ഇരിപ്പിടം നൽകിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് പ്രസംഗിക്കാനും മറ്റുള്ളൊരു അവസരം നൽകിക്കഴിഞ്ഞാൽ ആ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഈ ശ്രീധരനായിരിക്കും. അതിനു മുന്നിൽ അദ്ദേഹത്തിൻ്റെ അവിടെ ലഭിക്കുന്ന ആ ഒരു പ്രാധാന്യത്തിന് മുന്നിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന പ്രാധാന്യം കുറഞ്ഞു പോകുമോ എന്നൊരു PR ചിന്ത തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം കൈക്കൊള്ളാനുള്ള അടിസ്ഥാനപരമായ കാരണം. ഒരുപക്ഷെ അവിടെയാണ്, അതായത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധൻ അല്ലെങ്കിൽ കൊച്ചി മെട്രോ ചുക്കാൻ പിടിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പോൾ ദില്ലി മെട്രോയിലൂടെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള പല നേട്ടങ്ങളും കൈവരിച്ചൊരു വ്യക്തി കൂടിയാണ് ഈ ശ്രീധരൻ. ആ വിധത്തിൽ കൂടി ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ അദ്ദേഹം അതിൽ തനിക്ക് പരിഭവമില്ല എന്ന് പറയുമ്പോഴും ആ ഒരു അവഹേളന അത് എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക? അല്ല, അത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇത് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ ശ്രീധരനെ ഇത് ഏൽപ്പിക്കണം, ദില്ലി മെട്രോയെ ഇത് ഏൽപ്പിക്കണം, ദില്ലി മെട്രോയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം വരാനുള്ള കാരണം ഈ ശ്രീധരൻ്റെ സേവനം പൂർണ്ണമായും നമുക്ക് ലഭ്യമാക്കുക എന്നതായിരുന്നു. അന്ന് തന്നെ ഈ ശ്രീധരനെ ഒഴിവാക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, വെളിപ്പെടുത്തലുകൾ ഇതെല്ലാം വന്നതാണ്. എന്നാൽ അന്ന് ഇതിനെല്ലാം എതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവസാനം ഗത്യന്തരമില്ലാതെ എന്ന് തന്നെ പറയാം അന്നത്തെ സർക്കാർ ഈ ശ്രീധരനെ അതുപോലെ ദില്ലി മെട്രോ റെയിൽവേ കോർപ്പറേഷനിലാണ് തന്നെ കൊച്ചി മെട്രോയുടെ പദ്ധതി ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര സമാനമായ പല പദ്ധതികളുടെയും ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അത് നേരത്തെ ഇതിൻ്റെ കാലാവധിയായി പ്രഖ്യാപിച്ചതും കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ്, 10ഉം 20ഉം വർഷങ്ങൾ കഴിഞ്ഞെല്ലാമാണ് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പറഞ്ഞ ആ സമയത്ത് തന്നെ ഇത് പൂർത്തിയാക്കുന്നു. മാത്രമല്ല ഇതിനകം തന്നെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ തന്നെ വളരെ വലിയൊരു വാർത്തയാണ്. നമുക്ക് 3-4 ലിംഗക്കാർക്ക് അവിടെ സംവരണം നൽകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇതിനകം തന്നെ ഇടം നേടിയ ആ രീതിയിലുള്ള ഒരു സ്ഥാപനമാണിത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നേട്ടം മുഴുവൻ തന്നെ ഒരു ഉദ്യോഗസ്ഥരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൽ അത് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വികസന അജണ്ട, അദ്ദേഹം വികസന നായകനാണ്, ആ രീതിയിലുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. തിരികെ എത്താം. ശ്രീ എം സ്വരാജ് ചേർന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ എം സ്വരാജ്, ഇപ്പോൾ സുരക്ഷയുടെ ഒരു കാരണമാണ് പറയുന്നത്, പക്ഷെ എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞും ആ വേദിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ട ആളാണോ ഈ ശ്രീധരൻ? അല്ല, ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വലിയ തമാശയാണ് തോന്നുന്നത്. സുരക്ഷയുടെ കാര്യം പറഞ്ഞിട്ട് ഈ ശ്രീധരനെ മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രധാനമന്ത്രിയെ കൊല്ലാൻ വേണ്ടി ഈ ശ്രീധരൻ എന്തോ കോപ്പ് കൂട്ടുന്നുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ശ്രീധരൻ ഇന്ത്യയിലെ മെട്രോ എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ പേരല്ലേ. അദ്ദേഹത്തോട് ചെയ്തത് നന്ദികേടാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് അവിടുത്തെ MP-യോ MLA-യോ ഒന്നും ആ വേദിയിൽ ഇരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥലം MLA-യോ സ്ഥലം MP-യോ ഒന്നും ഇല്ലാതെയാണ് ചടങ്ങ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടേതുപോലെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഈ കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്പത്തരമാണ്. അല്പത്തരം ഒരു പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കും ഭൂഷണമല്ല. അത്രേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. അവിടെ നമുക്കറിയാം, ഇതിനു മുൻപും കൊച്ചി മെട്രോയുമായി ബന്ധപ്പെടുത്തി പല വിവാദങ്ങളും ഉണ്ടാക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമം നടന്നിരുന്നു. ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സൗകര്യം എപ്പോഴാണെന്ന് ചോദിച്ചുകൊണ്ട് ആവർത്തിച്ച് സർക്കാർ ലെറ്റർ നൽകുന്നത് പോലും അവഗണിക്കുന്ന ഒരു നടപടിയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്തിരുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെ വേണം. ന്യായമായും ബലമായും അങ്ങനെ വേണം സംശയിക്കാൻ. അതിന് വേണ്ടത്ര കാരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി തന്നെയും ഒട്ടും ജനാധിപത്യപരമായ എല്ലാ കാര്യങ്ങളെ കാണുന്നതെന്നും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഇവരുടെ സാന്നിധ്യം അഭിമാനകരമല്ല എന്നും അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കൂട്ടരും എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഞാൻ ഈ ഘട്ടത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല.
വളരെ നന്ദി ശ്രീ എം സ്വരാജ് ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇ ശ്രീധരനെ ആണ് അത് കൊച്ചി മെട്രോയുടെ എല്ലാ വിഷയങ്ങളിലും ആദ്യം തൊട്ട് അവസാനം വരെയും ചുക്കാൻ പിടിച്ച ഇ ശ്രീധരനെയാണ് ഉദ്ഘാടന വേദിയിൽ വേണ്ട എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണോ ഇ ശ്രീധരൻ എന്നതാണ് വലിയ രീതിയിൽ ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ഒപ്പം തന്നെ സ്ഥലം MLA-യും MP-യും അടക്കം സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നും അവരെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും വളരെ ഗൗരവതരമായി തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ്.